الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي خلق الموت والحياة ليبلو الناس أيهم أحسن عملا. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. نعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله فخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. صدق الله. إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي واحلل عقدة من لساني ليفقهوا قولي. أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, ജീവിതത്തിൽ തഖ്വ പാലിക്കുക, മുസ്ലിമായിരിക്കുക, മുഅ്മിനായിരിക്കുക, മുത്തഖിയായിരിക്കുക, മുഹ്സിനായിരിക്കുക. എല്ലാ മുസീബത്ത് വലാലത്തുകളെ തൊട്ടും ജാഗരൂകരായിരിക്കുക, ശ്രദ്ധാലുവായിരിക്കുക. അത്തരം വലാലത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും സ്വന്തത്തെ ദൂരം പാലിച്ച് സംരക്ഷിച്ചു നിർത്തുക. സംസ്കരിക്കുക എന്ന് പറയുന്നത് സംസ്കാരമാണല്ലോ എപ്പോഴും ചർച്ചാ വിഷയമാണ്. ആധുനികതയിൽ നിന്ന് ആധുനികതയിലേക്കൊക്കെ സംസ്കാരത്തെക്കുറിച്ച് തീർത്തും പേർത്തും പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആൻ അഥവാ അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയുന്നത്. നേരത്തെ മുഖദ്ദിമയായി ഓതി വെച്ച ആയത്തിൽ 11 കാര്യങ്ങളെ എണ്ണി പറഞ്ഞ് അള്ളാഹു പ്രതിജ്ഞ ചെയ്യാണ്, അള്ളാഹു സത്യം ചെയ്യാണ്. الشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها. 11 കാര്യങ്ങളെ എണ്ണി തന്നെയും തൊട്ട് സത്യം ചെയ്യുന്നു അള്ളാഹു. എന്നിട്ടെന്താ പറയണമെന്നറിയോ? ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. നിങ്ങൾക്കൊരാത്മാവുണ്ട്, ആ ആത്മാവിനെ സംസ്കരിച്ചവനാരോ അവൻ വിജയിച്ചു. ഫലാഹ്, അവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ അതിനെ ഇകഴ്ത്തിക്കളഞ്ഞത്, ആരാണ് അതിനെ അവഗണിച്ച് കളഞ്ഞത്, അവർ പരിതപിച്ച് കളഞ്ഞു. അവർ സ്വയം തകർന്ന് തരിപ്പണമായിരിക്കുന്നു, അവരെ ഏറ്റമേറ്റം മലീമസമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഗുണം ഉണർത്തുന്നു. അപ്പോൾ ആത്മാവിനെ സംസ്കരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇതൊന്നും അറിയാത്തവരല്ല നമ്മൾ.
പക്ഷേ ഈ ആത്മാവിൻ്റെ സംസ്കരണത്തിൻ്റെ ഒരു പ്രതിഫലനമുണ്ടല്ലോ. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം മിനിയാന്നാണ് നമ്മളുടെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറഞ്ഞത്, ആത്മാവിൻ്റെ ഉൾച്ചേരൽ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ കർമ്മങ്ങളിലും ആത്മാർത്ഥതയുണ്ടാവുക, നെയ്യത്തുൾപ്പെടെ. നെയ്യത്തിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. ഒരുപക്ഷെ ഒരു മതസ്ഥൻ, ഒരു ദൈവവിശ്വാസി, ഒരു ദീനീ വിശ്വാസി നടത്തുന്ന അതേ കർമ്മങ്ങൾ മറ്റൊരാൾ അയാളുടെ ജീവിതചര്യ എന്ന അർത്ഥത്തിൽ ചെയ്താൽ അത് അള്ളാഹുവിൻ്റെ പക്കൽ പ്രതിഫലാർഹമല്ല എന്ന് നമ്മൾ വളരെ അനിഷേധ്യമായിട്ട് പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ചില ആളുകൾ പറയാറുണ്ട് അത് വലിയ കഷ്ടമായി പോയിന്ന്. കാരണം അയാളും ചെയ്തത് നന്മയല്ലേ, അയാൾക്ക് ചെയ്ത നന്മയ്ക്ക് അതുകൊണ്ട് ഗുണമില്ല, അല്ലെങ്കിൽ അള്ളാഹു അതിന് യാതൊരു തരത്തിലും പ്രതിഫലം നൽകുന്നില്ല എന്നൊന്നും നാം പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷേ ഒരു മുഅ്മിൻ അതേ കർമ്മം ചെയ്യുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ ഒരു പവിത്രതയും അതിൻ്റെ ഒരു പ്രതിഫലാർഹമായ ആ ഒരു സാധ്യതയും അതിലൊരു വിശ്വാസി ചെയ്യുന്നതിൽ നിന്ന് അത്ര കണ്ട് അവിശ്വാസിക്കുണ്ടാവില്ല. അതിൻ്റെ കാരണം ആത്മാർത്ഥതയുടെ വിഷയമാണ്, ആത്മാവിൻ്റെ ഉൾച്ചേരലാണ്. ആ ആത്മാവിനെ സംസ്കരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം അള്ളാഹു തന്നെ പറയുന്നുണ്ട്, വനഫ്സിൻ വമാ സവ്വാഹ. ഒരു ആത്മാവുണ്ട് എന്നത് മാത്രമല്ല, അതിനെ അള്ളാഹു സന്തുലിതപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു തുലാസ് പോലെ കൃത്യമായി സന്തുലിതപ്പെടുത്തിയിട്ടുണ്ട്. അത് പല അർത്ഥത്തിലും പറയാൻ പറ്റും. അതിനെ നിങ്ങൾക്ക് നന്മയിലേക്കും മാറ്റാം, തിന്മയിലേക്കും മാറ്റാം. പക്ഷെ അള്ളാഹ് അത് രണ്ടും മാറ്റിയിട്ടല്ല നിങ്ങൾക്ക് തന്നത്. സവ്വാഹ എന്ന് പറയുമ്പോൾ അത് സന്തുലിതപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് തരുമ്പോൾ നമ്മൾ പറയാറില്ല ഞാൻ തരുവോളം കുഴപ്പമില്ല, തന്നേൻ്റെ എൻ്റെ അടുത്ത കേടുവന്നെന്ന് എന്ന പോലെയാണ് അള്ളാഹ് പറയുന്നത്. ഇത് സന്തുലിതപ്പെടുത്തിയിട്ട് അങ്ങടുത്ത് തന്നിട്ടുള്ളത്. അത് തിന്മയിലേക്കും ചായാം, ഖാബ, നന്മയിലേക്കും ചായാം, ഇടതുപക്ഷവുമാവാം വലതുപക്ഷവുമാവാം. ഖുർആന്റെ ഭാഷയിൽ ഇടതുപക്ഷമാണ്, ഇടതുപക്ഷവുമാവാം വലതുപക്ഷവുമാവാം. അത് നമ്മുടെ കയ്യിലാണ്. അത് നിങ്ങൾ ചെയ്യണം എന്നാണ് പറയണത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ചിലപ്പോഴെങ്കിലും വാശിക്ക് പറയാം അത് അല്ലാഹ് അല്ലേ തീരുമാനിക്കണത്. അല്ല, മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ അഅലയിൽ ഖദ് അഫ്ലഹ മൻ തസക്ക. അവിടെ ഒരു താ കൂടുതലുണ്ട്. എന്താ? നിങ്ങൾ സ്വയം എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം, അതിനെ സംസ്കരിക്കണം. എങ്കിൽ നിങ്ങൾ വിജയിക്കും. കാരണം ഞങ്ങൾക്ക് തരുമ്പോൾ സന്തുലിതാക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. അവിടെയാണല്ലോ പരീക്ഷണം എന്ന് പറയുന്നത്. പരീക്ഷിക്കുക എന്ന് പറയുന്നത് എന്താ? നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. പരീക്ഷയ്ക്ക് പോവാതിരിക്കാം, പരീക്ഷയ്ക്ക് പോയിട്ട് എഴുതാതിരിക്കാം, പരീക്ഷയ്ക്ക് പോയിട്ട് തെറ്റെഴുതാം. അപ്പോൾ പരീക്ഷ എന്ന് പറയുന്ന സാധനം പരീക്ഷണമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതന്നെ അള്ളാഹു പറയുന്നത്. എന്നിട്ട് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഈ ആത്മാവിനെ സംസ്കരിക്കുക എന്ന പണി അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല. അതൊരു വാവിട്ട വർത്താനമൊന്നുമില്ല. അത് അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല. അത് നമ്മുടെ പണിയാണ്, അത് വിശ്വാസിയുടെ പണിയാണ്. പണ്ട് ഒരു പണ്ഡിതനായൊരു മനുഷ്യൻ ഇതേപോലെ ദീനിനെ കുറിച്ചുള്ളൊരു സംസാരം നടത്തുകയാണ്. അപ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും ഇത് കണ്ടില്ല കാര്യം ഞാൻ നന്നാവില്ല എന്ന് തീരുമാനിച്ചാൽ എന്നെ തല്ലണ്ട മാമ, ഞാൻ നന്നാവില്ല. ഇതാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതി. ഇപ്പോഴത്തെ തലമുറയുടെ അത് തലമുറയെ വഴിപിഴച്ചു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ തലമുറയുടെ ഒരു മാനസിക പ്രകാശനാണല്ലോ രചനകളായിട്ട് വരുന്നത്. എന്നെ തല്ലണ്ട മാമ, ഞാൻ നന്നാവൂല. അങ്ങനെ നന്നാവൂല എന്ന് തീരുമാനിച്ച ഒരാൾ അതേ വേദിയിൽ പണ്ഡിതനോട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നിങ്ങൾ കുറേ ആയിരക്കണക്കിന് കൊല്ലായല്ലോ സാഹിബ് ഇത് പറയാൻ തുടങ്ങി, എന്നിട്ട് എന്തെങ്കിലും നന്നായോ? ആരെങ്കിലും നന്നായോ? ആരെ നന്നായത് എന്ന് അയാളോട് ചോദിച്ചപ്പോൾ ആ വന്ന ആളുടെ ഒരു കോലത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ ചരിത്രത്തിൽ. കുളിച്ചിട്ടില്ലാത്ത, വെള്ളം കണ്ട് കാലമെത്രയോ ആയ, കണ്ടാൽ അറപ്പ് തോന്നുന്ന, ജട പിടിച്ച് ഒരു മനുഷ്യന് ഒരിക്കലും ചേരാത്ത കോലത്തിൽ വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് പറയണം. അപ്പം തന്നെ അറിയാലോ ആൾ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. അയാൾ ഈ വാഗ്മിയോട് പറയുകയാണ്, നിങ്ങളിങ്ങനെ വാഗ്മി സാമർത്ഥ്യം നടത്താൻ തുടങ്ങിയിട്ട് കാലെത്ര, എന്നിട്ട് ആരെയെ നന്നായി എന്ന്. അപ്പം ആ പണ്ഡിതൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് വേണ്ടി ഞാനിത് പറഞ്ഞു. എന്താ ചോദിച്ചത്? അയാളെ കണ്ടിട്ട് പറഞ്ഞു, സുഹൃത്തേ, 20 ലക്ഷത്തിലധികം വർഷമായല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം കണ്ടുപിടിച്ചിട്ട്, വെറുതെ ഒരു വെള്ളം കണ്ടുപിടിച്ചിട്ട് കാലെത്ര ആയല്ലോ, എന്നിട്ടെന്താ നിങ്ങളിങ്ങനായി? എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? കുളിച്ചാൽ, ഉപയോഗിച്ചാൽ ശുദ്ധിയാക്കാൻ കഴിയുന്ന വിധത്തിൽ വെള്ളം ആര് നൽകും? അല്ലാഹ് നൽകും. അതുകൊണ്ട് കുളിച്ചാൽ ശുദ്ധിയാകുമെന്ന ബോധ്യം, ബോധനം അതാര് നൽകും? അല്ലാഹ് നൽകും. പക്ഷെ കുളിക്കാൻ നിങ്ങൾ പോയി കുളിക്കണം, അല്ലാഹ് ആരെയും കുളിപ്പിക്കൂല എന്നർത്ഥം. അതുപോലെയാണ് ആത്മാവിൻ്റെ വിഷയം. നിങ്ങൾക്ക് ആത്മാവ് എങ്ങനെ സംസ്കരിക്കാമെന്നുള്ള പറഞ്ഞു തരും. അത് കൃത്യമായി സന്തുലിതമായിട്ട് അള്ളാഹ് നിങ്ങൾക്ക് തരും.
പക്ഷേ അതിനെ സംസ്കരിപ്പിച്ചെടുക്കൽ അത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അല്ലാണ്ട് അള്ള എന്നെ എങ്ങനെ ആക്കി, ഞാനിപ്പോൾ എന്താ കാട്ടുക? ഞാൻ ജീവിക്കുന്നത് റസൂലുള്ളാഹിന്റെ കാലത്തൊന്നല്ലല്ലോ, അന്ന് ഇങ്ങനത്തെ കാലമൊന്നല്ലല്ലോ. അന്ന് കണ്ണിലൂടെയും മൂക്കിലൂടെയും കാതിലൂടെയും അങ്ങനെ എല്ലാ സ്ഥലത്തിലൂടെയും തിന്മങ്ങനെ മനുഷ്യരിലേക്ക് വരുന്നൊരു കാലമൊന്നല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും നന്നായി പോയി. എത്ര അബദ്ധജടിലമായ വർത്തമാനമാണ്. ഇന്നത്തെ കാലത്ത് ഞാൻ എന്താ ചെയ്യുക? ഞാൻ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും പറയേണ്ടതും പഠിപ്പിക്കുന്നതും കേൾപ്പിക്കുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള തിന്മകളാണ്. അപ്പം ഞാനും കുറേയൊക്കെ തിന്മയുടെ ഭാഗമായിട്ട് മാറിപ്പോകും എന്ന് പറയുന്നവരോടാണ് അള്ള പറയുന്നത്, നിങ്ങളെ കുളിപ്പിക്കൽ എൻ്റെ പണിയല്ല, നിങ്ങൾ കുളിക്കണം. നിങ്ങളെ സംസ്കരിപ്പിക്കൽ എൻ്റെ പണിയല്ല, നിങ്ങൾ സംസ്കരിക്കണം. അങ്ങനെ സ്വന്തത്തെ സംസ്കരിച്ച് വരുന്ന ആളുകൾക്കാണ് വിജയമുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സംസ്കരണം നടത്തുക? അല്ലെങ്കിൽ തന്നെ ഈ ആത്മാവ്, ചിലപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അതിനെ കൽബെന്നും പറയാറുണ്ട്, ഹൃദയം എന്നൊക്കെ പറയാറുണ്ട്. അതുകൂടി പറയണമല്ലോ. കാരണം ഈ ആത്മാവ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഹൃദയത്തിൽ എവിടെയാണ് എന്ന് വിശ്വാസി പറയാറുണ്ട്. കാരണം അതിന് പ്രമാണങ്ങൾ സാക്ഷിയുമാണ്. ഒരു മീൻ ചീയ അതിൻ്റെ തലമെന്നാണ് പറയാറ്. മീൻകാരോട് ചോദിച്ചാൽ അറിയാം. നമ്മുടെ മീൻ കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ ചോദിച്ചാൽ ഒരു മീൻ ചീഞ്ഞോ എന്ന് അവർ നോക്കുക, അതിൻ്റെ തല പിടിച്ച് നോക്കിയിട്ടാണ്. എന്നാൽ ഒരു മനുഷ്യൻ ചീഞ്ഞു തുടങ്ങി എവിടെ നിന്ന് അറിയോ? കൽബിൽ നിന്നാണ്. ഒരു മനുഷ്യൻ ചീഞ്ഞു തുടങ്ങുക കൽബിൽ നിന്നാണ്. അതുകൊണ്ട് കൽബാണ് ശ്രദ്ധിക്കേണ്ടത്. ശരീരം വൃത്തി വേണമെന്നല്ല, ആ കൽബ് കൊണ്ട് നടക്കുന്ന ശരീരത്തിനും വൃത്തി വേണം. ആത്മാവിൻ്റെ ശാരിയായ, ആത്മാവിൻ്റെ വാഹനമായ ശരീരത്തിന് വൃത്തി വേണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ശരീരത്തെ വൃത്തിയാക്കിക്കൊണ്ട് നടക്കലല്ല സംസ്കാരത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ആ ശരീരത്തിനകത്തുള്ള ആത്മാവിനെ കൂടി സംസ്കരിച്ച് ശുദ്ധീകരിച്ച് പരിശുദ്ധമാക്കേണ്ടത് ആ ശരീരത്തിൻ്റെ ഉടമയുടെ, ഭൗതിക തലത്തിൽ അതിൻ്റെ ഉടമയുടെ അനിവാര്യതയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, അലാ വ ഇന്ന ഫീ ജസദ് മുഗ്ള, അലാ വ ഇന്ന ഫീ ജസദ് മുഗ്ള, അറിഞ്ഞുകൊള്ളുക മനുഷ്യ ശരീരത്തിൽ ഒരു മാംസക്കഷ്ണുണ്ട്. ഭാഷാപരമായിട്ട് പ്രവാചകൻ എങ്ങനെയാണ് പറഞ്ഞത്? മാംസക്കഷ്ണം തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് എന്താ പറയണത്? ഇദാ സലഹ ജസദു കുല്ലഹു, അത് ശുദ്ധീകരിച്ചാൽ ശരീരം മുഴുവൻ ശുദ്ധിയായി. അത് ശുദ്ധീകരിച്ചാൽ ശരീരം മുഴുവൻ ശുദ്ധിയായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലഹു, അതെങ്ങാനും ദുഷിച്ചു പോയാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അതൊരു ശാസ്ത്രീയപരമായ ഒരു പ്രഖ്യാപനമല്ലല്ലോ. അതായത് ശരീരത്തിലേക്കുള്ള സകലമാന ഓക്സിജന്റെ ഈ പര്യടനവും നടത്തുന്നത് രക്തത്തെ പമ്പ് ചെയ്യുന്നത് ഹൃദയം, ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. 4 അറകളുള്ള 2 വാൽവുകളുള്ള ഒരു ഹൃദയത്തെക്കുറിച്ചല്ല പ്രവാചകൻ പറയുന്നത്, മറിച്ച് അത് ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അത് സ്ഥിരീകരിക്കുന്നതാണ്, അത് സാക്ഷ്യപ്പെടുത്തുന്നതാണ് നേരത്തെ പറഞ്ഞ അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതാണ് പ്രവാചകന്റെ വചനം എന്ന് പറയുന്നത്. അലാ, അറിഞ്ഞുകൊള്ളുക, വഹിയൽ ഖൽബ്, ഞാൻ പറഞ്ഞ ആ മാംസക്കഷ്ണം ഏതാണെന്നറിയുമോ? അത് ഹൃദയമാണ്, അഥവാ ആത്മാവാണ്. ആ ആത്മാവ് സംസ്കരിക്കപ്പെട്ടാൽ ബാക്കിയെല്ലാം തന്നെ സംഭവിക്കും. ആ ആത്മാവ് ശുദ്ധീകമായാൽ ബാക്കിയെല്ലാം ശുദ്ധമായി. അത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥതമാണ്. അതിൽ അള്ളാഹു ഇടപെടുകയില്ല. അതാണ് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ ഒരാൾക്ക് അള്ളാഹു ഈ ദുനിയാവിൽ എല്ലാ അനുഗ്രഹങ്ങൾ കൊടുക്കൂല എന്നല്ല, അങ്ങനെ കൊടുക്കുകയും മുസ്ലിം അല്ലാത്തതിൻ്റെ പേരിൽ ഒരനുഗ്രഹവും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷപാതിയല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. തൻ്റെ സൃഷ്ടികൾക്കൊക്കെയും അനുഗ്രഹവും പരീക്ഷണവും സദാ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, സന്തുലിതത്വത്തിൽ നിന്നുകൊണ്ട്. ആ സന്തുലിതത്വത്തിൽ നിന്ന് താൻ എങ്ങോട്ട് ചായണമെന്ന് തീരുമാനിക്കുന്നത് അത് മനുഷ്യൻ്റെ ഓരോരുത്തരുടെയും വിശ്വാസിയുടെ അടിസ്ഥാനപരമായ കടമയാണ്. ആ കടമയെയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ശരീരത്തിന് കുളിയാണ് ശുദ്ധിയാകാനുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് പോലെ, എങ്ങനെ നമ്മൾ മനസ്സിനെ, ആത്മാവിനെ നമ്മളെങ്ങനെ ശുദ്ധമാക്കിയെടുക്കും? അതിനാണ് ആരാധനാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ മിനിയാന്നത് തന്നെയാണ് പറഞ്ഞത്. ഇസ്ലാമിൻ്റെ ആരാധനാനുഷ്ഠാനങ്ങളൊക്കെയും ഈ ആത്മസംസ്കരണത്തിനുള്ളതാണ്. നോമ്പ് പറഞ്ഞില്ലേ, തെക്കുവയുണ്ടാവാൻ. തെക്കുവ എന്ന് പറയുന്നത് സംസ്കരണത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. ഇഹ്സാൻ ഉണ്ടാവുക, തഖ്വയുണ്ടാവുക എന്നൊക്കെ പറയുന്നത്. നോമ്പ് നോക്കാൻ പറഞ്ഞത്, നിസ്കരിക്കാൻ പറഞ്ഞത്, ആരാധനകൾ അർപ്പിക്കാൻ പറഞ്ഞത്, യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരൊക്കെ ആരാധിച്ചിരുന്നത് ഇതേ റബ്ബിനെയാണ്, നിങ്ങൾ ഇതേ റബ്ബിനെ ആരാധിക്കുക, എന്നിട്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോരുമെന്ന് പറഞ്ഞു. ഇല്ല, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക? തഖ്വയാണ് ഉണ്ടാവുക. ആത്മസംസ്കരണത്തിൻ്റെ വാതായന നിങ്ങളുടെ മുമ്പിൽ തുറക്കും. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്താ? സ്വർഗ്ഗം തരാനാ. ലഅല്ലക്കും തത്തഖൂൻ,
അവിടെയും നിങ്ങളുടെ മുമ്പിൽ തെക്കുവയുടെ വാതിൽ തുറക്കും. ആ വാതിലൂടെ കടക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. പക്ഷെ അവിടെ കടക്കാനൊക്കെ നമ്മളിപ്പോഴത്തെ അവസ്ഥ എന്താ അറിയോ? വളരെ ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കാരണം എല്ലാ സംവിധാനങ്ങളും അള്ളാഹു നമുക്ക് സജ്ജീകരിച്ച് തന്നിട്ടുണ്ടെങ്കിലും നമ്മെ മായക്കാഴ്ചകൾ കാട്ടി വലത്തോട്ട് ചായാതെ ഇടത്തോട്ട് ചായച്ചു കൊണ്ടുപോകാൻ, നന്മയിലേക്ക് ചായാതെ തിന്മയിലേക്ക് നമ്മളെ പിഴപ്പിച്ചു കൊണ്ടുപോകാൻ സദാ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ശൈത്താൻ. അവൻ്റെ പിടിവലങ്ങൾ, അവൻ്റെ ഇടപെടലുകൾ, അത് ജീവിതത്തിൽ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏതോ ഒരു സിനിമയുടെ ഒരു പരസ്യത്തിൽ, അതേതൊരു ഹൊറർ ഫിലിമാണെന്ന് തോന്നുന്നു, അതിലിങ്ങനെ കൊമ്പൊക്കെ വെച്ചിട്ട് പൈശാചികമെന്ന് നമ്മൾ ഭാഷാപരമായി പറയുന്ന ഒരു കോലം കണ്ടപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ഒരു സഹോദരി പറഞ്ഞു, ആ ചിത്രം കണ്ടപ്പോൾ എനിക്ക് ശൈത്താനെയാണ് ഓർമ്മ വന്നത്. ഞാൻ ഉടനെ തിരുത്തി കൊടുത്തു, ആ ചിത്രം കണ്ടിട്ട് നിങ്ങൾ ശൈത്താനെ ഓർക്കരുത്. കാരണം ശൈത്താൻ ഒരിക്കലും അങ്ങനെ വരില്ല. ശൈത്താൻ വരിക ഏറ്റവും മനോഹരമായ രൂപത്തിലാണ്. നമ്മുടെ മനസ്സിൽ എത്രത്തോളം അബദ്ധങ്ങളുണ്ടെന്നുള്ളതാണ്. കുറച്ച് വികലമായ, വികൃതമായ, ഭീകരമായ രൂപം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ പേടിപ്പിക്കുമ്പോൾ പറയാറുണ്ട് അതാ ശൈത്താൻ അതാ വരുന്നത്. അപ്പോൾ കുട്ടി മനസ്സിലാക്കുന്ന വെച്ചാൽ അതൊരു ഭീകര രൂപമാണ്. സത്യത്തിൽ അങ്ങനെ ഞാൻ ശൈത്താനാണ് അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വഴിവഴിപ്പിക്കാൻ വേണ്ടി വരുന്ന ആളല്ല ശൈത്താൻ. ഏറ്റവും നല്ല മാർഗത്തിൽ, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും നല്ല പരസ്യം കണ്ടുപിടിച്ച ശൈത്താനാണെന്നാണ്. ഞാൻ ആരും പരസ്യക്കാരെ കുറ്റപ്പെടുത്തില്ല. പക്ഷേ ഈ തെറ്റായ പരസ്യങ്ങളുണ്ടല്ലോ, ഈ എണ്ണ തേച്ചാൽ നിങ്ങളുടെ മുടി വളരും, ഇത് കഴിച്ചാൽ ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി, ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അസത്യമായ പരസ്യങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഉപജ്ഞാതാവാരാന്നറിയോ? ഇബ്ലീസ. എപ്പോ? അത് സ്വർഗത്തിൽ ആദം അലൈഹി വസല്ലമയെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ പാർപ്പിച്ചപ്പോൾ അവിടെ കൊടുത്ത പരസ്യമാണ് ലോകത്ത് കണ്ടുപിടിച്ച ആദ്യത്തെ പരസ്യം എന്ന് പറയുന്നത്. എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി വസല്ലമയോട് പറഞ്ഞു, ആദം അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലെങ്കിൽ ആദം അലൈഹി വസല്ലമയോട് സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനോട് പറഞ്ഞു. വൈദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബർ വകാന മിനൽ കാഫിരീൻ വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്നത വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ. അങ്ങനെ ഇബ്ലീസ് സുജൂദ് ചെയ്യാതെ മാറി എന്നപ്പോൾ തന്നെ അവൻ ആട്ടി ഓടിക്കപ്പെട്ടു. അതാണ് ചരിത്രം. അതല്ലേ ചരിത്രം. അതാണ് ചരിത്രം എന്നല്ല, അതല്ലേ ചരിത്രം. ആ സമയത്ത് ആദം അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദമേ, നിനക്ക് നിന്റെ അന്തവ സൗജുക, നീയും നിന്റെ ഇണയും ഇവിടെ സുഖമായി വിഹരിച്ചോളൂ. ഇവിടെയുള്ള എല്ലാ കായ്കനികളും നിങ്ങൾക്ക് ഭക്ഷിക്കാം. ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്വർഗമാണിത്. എല്ലാം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. വലാ തഖ്റബാ ഹാദിഹി ഷജറ, ഒരു മരം കാണിച്ചു കൊടുത്തുകൊണ്ട് ആ മരത്തിൻ്റെ കായ്കനികൾ ഭക്ഷിക്കരുത്. അല്ല, വലാ തഖ്റബ, അതിൻ്റെ അടുത്തേക്ക് പോലും പോകരുത്. ഫതകൂനാ മിനൽ ളാലിമീൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായി പോകും? അക്രമകാരികളിൽപ്പെട്ടു പോകും. ഉടനെ വന്നു ആര്? ഇബ്ലീസ്, ശൈത്താൻ, മനോഹരനായിക്കൊണ്ട്. അല്ലാണ്ട് ഏതോ ചരിത്രത്തിൽ പറയുന്ന പോലെ പാമ്പിൻ്റെ രൂപത്തിലോ ഭീകരമായ രൂപത്തിലോ ഒന്നല്ല. പറഞ്ഞാൽ തള്ളിക്കളയാൻ കഴിയാത്ത അത്രയും വിശ്വാസ്യതയുടെ രൂപത്തിൽ വന്നിട്ട് എന്താ ഇബ്ലീസ് പറഞ്ഞത്? ഇതാ തിന്നണ്ടെന്ന് പറഞ്ഞ ഞങ്ങളോട്. ഇത് തിന്നാൽ ഒറ്റ കുഴപ്പമാണ് ഉണ്ടാവുക, ഇത് തിന്നാൽ ഒറ്റ ഫലം ഉണ്ടാവും. ഈ സ്വർഗത്തിൽ നിങ്ങൾ ശാശ്വതവാസികളായിരിക്കും. അങ്ങനെ നിങ്ങളെ ശാശ്വതമായി ഇവിടെ നിർത്താൻ ആ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത് തിന്നണ്ടെന്ന് പറഞ്ഞത്. പരസ്യല്ലേ? ആ പരസ്യത്തിൽ വീണുപോയി ആര്? ആദം അലൈഹി വസല്ലമയും ഹവ്വാ ബീവിയും. അവർ പഴം തിന്നു. ഉടനെന്താ സംഭവിച്ചത്? സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെന്നല്ല, ഞാൻ ആ സംഭവം പറഞ്ഞതാണ്. അത് അള്ളാഹ് ആദ്യം തീരുമാനിച്ചതാണ്. ശൈത്താൻ വരുമെന്നും പരസ്യം കൊടുക്കുമെന്നുമൊക്കെ. ആ അന്ന് തുടങ്ങിയ പരസ്യം ഇന്നുമുണ്ട്. ഞാൻ ഉൽപ്പന്നങ്ങളുടെ പരസ്യത്തെക്കുറിച്ചല്ല പറയുന്നത്, സംസ്കാരങ്ങളുടെ പരസ്യത്തെക്കുറിച്ച്. ഇതാണ് നിങ്ങൾക്ക് നല്ലത്. വിവാഹത്തെക്കുറിച്ച് പോലും പറയുമ്പോൾ വിവാഹം ബന്ധനങ്ങളാണ്. ഗമോഗഫി എന്ന വൃത്തികെട്ട ഒരു ഭയപ്പാടിനെ യുവതലമുറയ്ക്കുള്ളിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമാന്തര പ്രസ്ഥാനങ്ങൾ. വിവാഹം വേണ്ട, ബന്ധമല്ല, ബന്ധനമാണത്. തുടക്കം മാംഗല്യം, പിന്നെ തന്തുനാനാനെന്നൊക്കെ പറഞ്ഞ് പാടിപ്പിച്ചിട്ട് പെട്ടാൽ പെട്ടുപോയി മോളെ, പിന്നെ നിനക്ക് മോചനമില്ല, അതുകൊണ്ട് വിവാഹം വേണ്ട. കുറെ കാലം ഒന്നിച്ച്
ജീവശാസ്ത്രപരമായി ജീവിച്ചോളൂ, പിന്നെ അങ്ങ് പിരിഞ്ഞോളൂ എന്ന് പഠിപ്പിക്കുന്ന, അങ്ങനെ പരസ്യം നൽകുന്ന, അതാണ് സംസ്കാരം എന്ന് പഠിപ്പിക്കുന്ന, അതാണ് പരിശുദ്ധി എന്ന് പഠിപ്പിക്കുന്ന, അതാണ് സ്വാതന്ത്ര്യം എന്ന് പഠിപ്പിക്കുന്ന, അതാണ് സൗഭാഗ്യം എന്ന് പഠിപ്പിക്കുന്ന സമാന്തര പരസ്യങ്ങളിൽ വീണു പോവാതെ ദീനിൻ്റെ നിഷ്ഠകളും അനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് പ്രയോഗിച്ചുകൊണ്ട് ഈ ആത്മസംസ്കരണം നടത്തൽ മുസ്ലിമിന് ബാധ്യതയാണെന്നല്ല, അത് മാത്രമേ രക്ഷയുള്ളൂ. അത് മാത്രമേ രക്ഷയുള്ളൂ. ആ രക്ഷയിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ വെറുതെ ഒരു ബസ് കയറാം, ഇവിടുന്ന് എടപ്പാൾക്ക് ഒരു ബസ് കയറാം, എടപ്പാൾക്ക് ബസ് ഉണ്ടോ എന്ന് അറിയില്ല, ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് ഒരു ബസ് കയറാം. ആ ബസ്സിലിരുന്നു കൊണ്ട് നമ്മൾ നാല് പാടൊന്ന് വീക്ഷിക്കുക, വെറുതെ ഒന്ന്. അവിടെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ നമ്മൾ ജീവിതത്തിൽ കണ്ട് ഉൾക്കൊണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? വെറുതെ നമ്മൾ കാണുന്ന എന്തെല്ലാം കാണുന്നുണ്ടെന്നറിയോ? ചുറ്റുഭാഗത്ത് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ എന്തെല്ലാം പറയുന്നുണ്ടെന്നറിയോ? ഇതെല്ലാം നമുക്ക് കേൾക്കാം, അതിനാണ് ചെവി തന്നിട്ടുള്ളത്. അറിയാം, അതിനാണ് അറിവ് തന്നിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഒരു വസ്തുത, ഒരാശയം കടന്നു വരുന്നത് 3 ഘട്ടത്തിലാണ്. ഒന്ന് അവൻ്റെ ബുദ്ധിയിലേക്ക് അത് വരണം. അതുകൊണ്ടാണല്ലോ കണ്ണും കാതും ഒക്കെ ഇവിടെ ആയത്. കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, എല്ലാം എവിടെ വരെ? തലച്ചോറ്, അപ് ടു ദ ബ്രെയിൻ, അല്ലെങ്കിൽ അപ് ടു ദ തോട്ട്. ബിവെയർ ഓഫ് യുവർ തോട്ട്, ദാറ്റ് കുഡ് ബി യുവർ വേർഡ്സ്. ബിവെയർ ഓഫ് യുവർ വേർഡ്സ്, ദാറ്റ് കുഡ് ബി യുവർ ഡീഡ്സ്. ആൻഡ് ബിവെയർ ഓഫ് യുവർ ഡീഡ്സ്, ദാറ്റ് കുഡ് ബി യുവർ ഡെസ്റ്റിനി എന്നൊക്കെ വിവരമുള്ളവർ പറയുന്നത് അതുകൊണ്ടാണ്. ചിന്തയിലേക്ക് അത് വരണം. പക്ഷേ ആ ചിന്തയിലിട്ടുകൊണ്ട് നമ്മളത് ഇടംവലം നോക്കണം. അത് എനിക്ക് പറ്റിയതാണോ, അത് പറ്റാത്തതാണോ, ഇത് അള്ളാഹ് അംഗീകരിച്ചതാണോ, അംഗീകരിക്കാത്തതാണോ, അതിനുശേഷം അത് താഴോട്ടുണ്ട് ഇറങ്ങാൻ പാടും. അവിടെയാണ് ആത്മാവിരിക്കുന്നത്, അവിടെയാണ് കൽബിരിക്കുന്നത്, അവിടെയാണ് നെഫ്സിരിക്കുന്നത്. ചിന്തയിൽ നിന്ന് നെഫ്സിലേക്ക് അരിച്ചു മാറ്റാനുള്ള കഴിവിനെയാണ് തെക്കുവ എന്ന് പറയുന്നത്. അപ്പം ചിന്തയ്ക്കും ആത്മാവിനും ഇടയിലുള്ള ആ ഫിൽട്രേഷൻ, അതിനാണ് തസ്കിയത്ത് എന്ന് പറയുന്നത്. ആ തസ്കിയത്ത് അതിന് ശേഷമാണ് കൽബിലേക്ക് വരേണ്ടത്. കൽബിലേക്ക് വന്നാൽ പിന്നെ കൽബ് അത് ശരീരം കൊണ്ട് ചെയ്യിപ്പിക്കും. കൈകൊണ്ട്, കാലുകൾ കൊണ്ട്, ഇതര അവയവങ്ങൾ കൊണ്ടൊക്കെ കർമ്മമായി, കർമ്മസരണിയായി അത് മാറും. അതിൽ തെറ്റ് സംഭവിച്ചാൽ ആ ശരീരത്തെയാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്. ശിക്ഷയെക്കുറിച്ച്, നരകത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കണ്ടില്ലേ, തൊലി അങ്ങോട്ട് പോകും, പിന്നെയും തൊലി വരും എന്ന് വെച്ചാൽ ശിക്ഷയ്ക്ക് ശരീരത്തെയാണ്. ശരീരത്തെ മാത്രമല്ല, ശരീരത്തെയാണ്. അപ്പം ശരീരം പരാതി പറയും, എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ആരാണ്? അതാരാണ്? ആത്മാവാണ്. അപ്പം ഈ ചിന്തയിൽ നിന്ന് ആത്മാവിലേക്ക്, ചിന്തയിൽ നിന്ന് ആത്മീയതയിലേക്ക് ഉള്ള ഫിൽട്രേഷൻ അത് ദീനീപരമായി നടക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് വലിയ അബദ്ധമായി പോകും. നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുമ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് വളരെ വലുതാണ്. മാർക്കറ്റിംഗ് പ്രത്യയശാസ്ത്രം അറിയാവുന്ന ആളുകൾക്കറിയാം. ഫോമോ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതായത് എല്ലാവരുടെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലില്ലെങ്കിൽ പടച്ചോനെ എനിക്ക് മാത്രം അതില്ല. അതൊരു പേടിയാണല്ലോ. ആ പേടി ഉണ്ടാക്കിയെടുക്കുക. അടുത്ത കാലത്ത് ഒരു ഡ്രിങ്കിൻ്റെ പരസ്യം വന്നത് അങ്ങനെയാണ്. അതിൻ്റെ CEO തന്നെ പറഞ്ഞതാണ്, എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റ് കൈയടക്കിയത്? നിങ്ങൾ മാർക്കറ്റിലേക്ക് നിങ്ങളുടെ ഉൽപ്പന്നമായിട്ട് വരുമ്പോൾ അത് വളരെ പോപ്പുലറായിട്ടുള്ള സമാനമായൊരു ഉൽപ്പന്നമുണ്ട്, നിങ്ങൾ എന്താ ചെയ്തത്? അയാളുടെ BBC ഇൻ്റർവ്യൂവിൽ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഞാനൊന്നും ചെയ്തില്ല. എൻ്റെ ഉൽപ്പന്നത്തിൻ്റെ കാലിയായ ബോട്ടലുകൾ വികസിത രാജ്യങ്ങളിലെ തെരുവുകളിലെ ചവറ്റുകൊട്ടകളിൽ പുറത്ത് നിക്ഷേപിച്ചു, കുറേ ഏജന്റുമാരെ വെച്ചിട്ട് കുറേ വെറുതെ അങ്ങനെ അതിൻ്റെ കാലിഡപ്പകൾ കൊണ്ടുപോയിട്ടു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ആളുകൾ ഇതിങ്ങനെ കാണുകയാണ്, ഇത്രയധികം ഉപയോഗിക്കുന്ന ഒരു സാധനം, എന്നിട്ട് ഞാൻ ഉപയോഗിച്ചില്ലല്ലോ. അങ്ങനെ ആളുകളിലേക്ക് തൻ്റെ ഉൽപ്പന്നത്തെ എത്തിച്ചു എന്ന്, ഉൽപ്പന്നത്തിൻ്റെ പേര് ഇവിടെ പറയാലോ ഔചിത്യം ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിനാണ് ഫോമോ എന്ന് പറയാം. ഈ ഫോമോയുടെ ഉപജ്ഞാതാവാണ് ആര്? ഇബ്ലീസ്. അത് സാംസ്കാരിക തലത്തിലേക്ക് വരുമ്പോൾ നമ്മെ പരസ്യവാചകങ്ങൾ കൊണ്ട് മനം മയക്കി അങ്ങനെ നടത്തുമെന്ന് ഇബ്ലീസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അള്ളാഹിനോട്. ഇബ്ലീസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അള്ളാഹിനോട്. എന്തെന്ന്? ഇന്ന ശൈത്താനലക്കും. അതുകൊണ്ട് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശൈത്താനലക്കും അദുവം ഫത്തഅദു അദുവ. ശൈത്താനുകളെ ശത്രുവാണ്. അള്ളാഹ് പറയണത് ഒരു വാഗ്മിയല്ല, പ്രവാചകനല്ല, ഒരു മനുഷ്യനല്ല, കലാമുള്ള അള്ളാഹ് പറയാണ് സൂറത്തുൽ ഫാത്തിഹയിലെ 6-ാമത്തെ സൂക്തം. ഇന്ന ശൈത്താന അദുവല്ലക്കും ഫത്തഅദു അദുവ. അവൻ നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങൾ എങ്ങനെ അവനെ മിത്രാക്കുക? നിങ്ങൾ അവനെ ശത്രുവായി കാണണം. കാരണം എന്താ അറിയോ? മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ശൈത്താനെ പുറത്താക്കി സ്വർഗത്തുനിന്ന്. അപ്പം ശൈത്താൻ അള്ളാഹിൻ്റെ മുഖത്തോക്കി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരു വർത്തമാനമുണ്ട്, വലിയൊരു പ്രഖ്യാപനം. ഖാല ഫബിമാ ഗവൈതനി. എന്നെ വഴിപഴിപ്പിച്ചത് നീയാ. ആരോട്?
സകലർക്കും സന്മാർഗം നൽകി അള്ളാഹിൻ്റെ മുഖത്ത് നോക്കി. വെറുതെയാണ് ഇബ്ലീസ് ആട്ടി ഓടിക്കപ്പെട്ടത്? നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്ന ഇബ്ലീസിനെ അള്ളാഹ് ആട്ടി ഓടിച്ചവനാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണ്ടേ? എങ്കിൽ ആ ഇബ്ലീസ് അള്ളാഹിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാണ്, ഫബിമാ ഗവൈതനി ലഖൂദന്ന ലക്കും സിറാത്തൽ മുസ്തഖീം, എന്നെ നീ വഴിപിഴപ്പിച്ചതുകൊണ്ട് സന്മാർഗത്തിലാവുമെന്ന് പറഞ്ഞ് നീ ഭൂമിയിലേക്ക് ഇറക്കുന്ന നിന്റെ ഈ അടിയാടുകളെന്ന് വിശ്വസിക്കുന്നുണ്ടാരല്ലോ, സകലത്തിന് ഞാൻ വഴിപഴപ്പിക്കും. അള്ളാഹിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ സകലത്തിന് ഞാൻ വഴിപഴപ്പിക്കും. അവരെ മുന്നിന്നും ഞാൻ പിടിക്കും, പിന്നും ഞാൻ പിടിക്കും, മോളിന്നും പിടിക്കും, താഴത്തുനിന്നും പിടിക്കും, ഇടത്തുനിന്നും പിടിക്കും, വലത്തുനിന്നും പിടിക്കും, വരിഞ്ഞു മുറുക്കും, മുടൂല ഞാൻ. ശരിയല്ലേ? ശരിയല്ലേ? നമ്മളെ മൊബൈലൊന്ന് ഓഫാവട്ടെ ചാർജ് കഴിഞ്ഞിട്ട്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ അത്യാധുനിക സംവിധാനങ്ങളൊക്കെയും നമ്മെ ആത്മസംസ്കരണത്തിൽ നിന്ന് അകറ്റാനാണ് ശ്രമിക്കുന്നത്. മറിച്ചത് ആത്മസംസ്കരണത്തിന് ഉപയോഗപ്പെടുത്താൻ അത് തന്നെ മതിയാകും. ഈ പ്രസംഗിക്കുന്നു മൈക്കിനകത്തല്ലേ? അപ്പം നമ്മൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നിടത്താണ്. അത്രയും ഭീകരനായ ശൈത്താൻ നമ്മളോടൊപ്പമുണ്ട്. അന്നേരം അള്ളാഹു പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി പറയാനാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റത്. എന്താ മറുപടി? ഖാല റബ്ബി ബിമാ ഗവൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലാ ഉഗ്വിയന്നഹും അജ്മഈൻ. ഞാൻ അവരുടെ മുമ്പിൽ കൗതുക കാഴ്ചകൾ കാട്ടും. ആ കാഴ്ച കണ്ട് കൺകുളിർമയും കാതുകുളിർമയും മനംകുളിർമയും കൊണ്ട് അവരെൻ്റെ കൂടെ വരും. ശൈത്താൻ പറയാണ് അള്ളാഹിനോട്, അവരെൻ്റെ കൂടെ വരും. പക്ഷെ പറഞ്ഞപ്പോൾ തന്നെ ആ വിഷയത്തിൽ നമ്മളെക്കാൾ അറിവ് ശൈത്താനുള്ളതുകൊണ്ട് ശൈത്താൻ അതിനൊരു കണ്ടീഷൻ വെച്ചു, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. പക്ഷെ അതിലെനിക്ക് കിട്ടാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അത് ഞാൻ സമ്മതിച്ചേരാട്ടോ. നീ കാണിച്ച നിന്റെ സന്മാർഗപാതയിൽ മനമുറപ്പോടുകൂടി മനസ്ഥാനിത്യോടുകൂടി ഡിറ്റർമൈൻഡ് ആയിട്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെ ഞാനൊക്കെ വിട്ടുതരാം, അവരെനിക്ക് കിട്ടൂല. ബാക്കിയുള്ള സകല എണ്ണത്തിനെയും ഞാൻ വഴിപഴപ്പിക്കുമെന്ന് അള്ളാഹിനോട് പറഞ്ഞു. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഖാല ഹാദാ സിറാത്തുൻ അലയ്യ മുസ്തഖീം. അതിനെയാണെടാ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്നത്. അതാണ് സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ അടിയാളുകൾ ദിവസേന 5 തവണ നമസ്കാരത്തിൽ 17 തവണ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞു നമ്മൾ. അതാണ് അവർ പ്രാർത്ഥിക്കുന്നത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, റബ്ബേ ഇന്നെ സിറാത്തൽ മുസ്തഖീം ആക്കണേ. എന്താ? ശൈത്താൻ വിട്ടുപോയ ഒരു സിറാത്തുണ്ട്. ശൈത്താനെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ട് ശൈത്താൻ വിട്ടുവീഴ്ച കൊടുത്തൊരു പരിപാടിയുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാണ്, അവിടെയുള്ള ഒറ്റൊന്നിനെ നിനക്ക് കിട്ടൂല. അവിടേക്ക് പോവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അവിടെ എത്തിപ്പെടാനാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഏതൊരുവൻ തൻ്റെ സ്വത്വത്തെ തൻ്റെ ആത്മാവിനെ സംസ്കരിച്ചുവോ അവൻ വിജയിച്ചു. ഏതൊരുവൻ ആത്മാവിനെ പിശാചിന് വിട്ടുകൊടുത്തുവോ ഇതിനെ വഴികേടിലാക്കിയവോ അവൻ പിഴച്ചുപോയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തും. ആ അർത്ഥത്തിൽ മനസ്സിനെ സംസ്കരിക്കുവാൻ ഓരോ ഇടപെടലുകളിലും, ഓരോ ഇടപാടുകളിലും, ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും അള്ളാഹുവിൻ്റെ ഭയപ്പാടുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ശാശ്വതമായ ഒരു ഭയപ്പാട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാവണം, മനസ്സിലുണ്ടാവണം, ആത്മാവിലുണ്ടാവണം. ആ ആത്മസംസ്കരണത്തിന് സാധ്യമാകുന്ന അതിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും വേണം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ അള്ളാഹ് അങ്ങനെ അനുഗ്രഹിക്കുമല്ലോ, ഈ നന്നാവണ്ട എന്നുള്ള തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ തീരുമാനം നമുക്ക് ചോദിക്കാൻ പറ്റില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, സൂറത്തുൽ അഹബ്. ഒന്നാമതാ ചങ്ങായിയുടെ പേരിൽ ഒരു സൂറത്തിന് തന്നെ പേരിട്ടെങ്കിൽ ഖുർആനിലൊന്നും വരാൻ പാടില്ലാത്തൊരു പേരാത്. നമ്മുടെ ഒരു മാനുഷിക ബുദ്ധി വെച്ച് നോക്കിയാൽ അബൂലഹബിൻ്റെ പേരൊക്കെ പരിശുദ്ധ ഖുർആനിൽ പറയാൻ പറ്റുമോ? പക്ഷെ അള്ളാഹ് അത് പറഞ്ഞെന്തിനാ അറിയോ? ചിലവരൊന്നും നന്നാവണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. തബ്ബത് യദാ അബീ ലഹബ്, അവൻ്റെ കരങ്ങൾ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിലാണെന്നാ. ആ ആയത്തിറങ്ങുമ്പോൾ അബൂലഹബ് ജീവിച്ചിരിപ്പില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതാ ഞാൻ പറഞ്ഞത്, സന്തുലിതത്വമുണ്ട്. ആ ആയത്തിറങ്ങുമ്പോൾ അബൂലഹബ് ജീവിച്ചിരിപ്പുണ്ട്. അത്രമേൽ പ്രമാണിയാണെങ്കിൽ അബൂലഹബിന് ഒറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ, അന്ന് തകരുമായിരുന്നു ഇസ്ലാം. അഊദുബില്ല. അള്ളാഹ് തകരാൻ തീരുമാനിച്ചില്ല. എന്നാലും മാനുഷിക തലത്തിൽ അത്രയധികം പറയുന്ന ആളുകൾ എന്താ, അബൂലഹബ് ഒന്നിന് തിരി കൂടിയ പോലെ. വളരെ നിസ്സാരല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അബൂലഹബ് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ആയത്തിൻ്റെ അവസ്ഥ എന്താ? പക്ഷെ അങ്ങനെ തോന്നിയോ? തോന്നൂല. യഹ്ദീ മൻ യശാ. അള്ളാഹ് പറയണത്, ഞാൻ ഉദ്ദേശിച്ചവർക്ക് ഹിദായത്ത് കൊടുത്തിട്ടുള്ളൂ. എനിക്കും നിങ്ങൾക്കും ഹിദായത്ത് കിട്ടിയിരിക്കണോ? കിട്ടിയിരിക്കണ്. ആ ഹിദായത്ത് കിട്ടിയവരോടാണ് അള്ളാഹ് പറഞ്ഞത്, ഇനിയുള്ള പണി നിങ്ങളുടെ കയ്യിലാണ്, എൻ്റെ കയ്യിലാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അങ്ങനെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കുന്ന വിജയശ്രീലാളിതരായ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.